മറ്റൊരു മറുപടി കൂടി. നേരത്തെ പറഞ്ഞ പോലെ CPM-ന്റെ നറേറ്റീവ് ഇല്ല, ഒരു ഭാഗം മാത്രം അന്വേഷിക്കുന്നതുകൊണ്ടാണ് തന്ത്രി അടക്കം ഇപ്പുറത്ത് ആരോപണ വിധേയനല്ലാതെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ CPM. വളരെ സ്വാഗതാർഹമാണ് അനിൽകുമാർജി പറഞ്ഞത്. എല്ലാ മലയാളികളും ഒന്നുകൂടെ വീണ്ടും വീണ്ടും അത് കേൾക്കണം. അതായത് കോടതിക്ക് ഉത്തരവാദിത്വം ഇല്ലേ എന്ന്. ആരെങ്കിലും മോണ്ടിച്ചതിന് കോടതിക്ക് എന്ത് ഉത്തരവാദിത്വം ഉള്ളത്? ചുമ്മാ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. അതായത് അനിൽജി പറഞ്ഞത് കുറച്ച് കള്ളമാണെങ്കിലും കുറച്ചുകൂടെ വിശ്വാസയോഗ്യമായ കള്ളമായിരുന്നു. അതായത് ആൾക്കാർക്ക് സംശയമെങ്കിലും തോന്നും, അതായത് തന്ത്രി അടക്കമുള്ളതിൽ ഇൻവോൾവ് ആണോ എന്ന്. കോടതി എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? ഒരുത്തൻ സാധനം മോട്ടിച്ചുകൊണ്ട് പോയാൽ കോടതിയുടെ കുറ്റമാണോ? ആ മോട്ടിച്ചവനെ പിടിക്കുന്നതല്ലേ കോടതി ചെയ്യുന്നത്. ഇപ്പം കോടതിയല്ലേ യഥാർത്ഥത്തിൽ വെളിയിൽ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളിത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കണം. കോടതിക്കും യഥാർത്ഥത്തിൽ ഇതിൽ ഉത്തരവാദിത്വം ഇല്ലേന്ന്. മനഃപൂർവ്വം, അതായത് അനിൽജി ഇപ്പോഴും തന്ത്രി വരെ എത്തിയിട്ടുള്ളൂ, പക്ഷേ CPM-കാർ കോടതി വരെ എത്തിയെന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. അതായത് കോടതിക്ക് എന്താ ഉത്തരവാദിത്വം? കോടതിയെയും തന്ത്രിയെയും ഒക്കെ ഇതിലേക്ക് വലിച്ചിരുന്നതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഫോക്കസ് തെറ്റിക്കാനും CPM-വുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഈ കൊള്ളയിൽ ഉൾപ്പെട്ടത് കൊണ്ട് അവരെ രക്ഷിച്ചെടുക്കാനുമുള്ള വഴിയാണ്. അതായത് എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും മോശക്കാരാണ്. ആലോചിച്ച് നോക്കുക. തന്ത്രിയെ പറഞ്ഞാൽ പോലും എനിക്ക് ഇത്രയും വിഷമമില്ല, പക്ഷേ ഹൈക്കോടതിക്ക് പോലും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് അനിൽകുമാർ സഖാവിനെ പോലെ മുതിർന്ന ഇത്രയും ചാനൽ ചർച്ചകളിൽ പരിചയമുള്ള ഒരാൾ പറയുമ്പോൾ എത്രമാത്രമാണ് CPM-ന്റെ നിലപാടില്ലായ്മ അല്ലെങ്കിൽ CPM-ന്റെ കൺഫ്യൂഷൻ എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അനിൽകുമാർ സഖാവ് മാത്രമേ പറയൂ കേട്ടോ, ബാക്കിയുള്ള ആൾക്കാരത് പറയില്ല. അപ്പം കോടതിക്ക് പോലും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയും. പിന്നെ തന്ത്രിയെ പറയുന്നതിന് നമുക്ക് എന്ത് കുറ്റമാണ് പറയാൻ പറ്റുക? അതുകൊണ്ട് തന്ത്രിയും കോടതിയും ഒന്നുമല്ല, ദേവസ്വം ബോർഡിനാണ് ഉത്തരവാദിത്വം. അതിലേക്ക് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കാടടച്ച് വെടിവെച്ച് എല്ലാരെയും മോശക്കാരാക്കുന്നത്. അതിൽ ഭക്തജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിൽ നിലപാടെടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡിനെതിരെയാണ്. സുരേന്ദ്രൻ അടക്കം BJP-യിൽ തന്ത്രിക്കെതിരെ അല്ലല്ലോ പറഞ്ഞത്, ദേവസ്വം ബോർഡിനെതിരെയല്ലേ പറഞ്ഞത്. നമ്മൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കരുത്, ഈ വിഷയത്തിൽ വ്യക്തിവിരോധം തീർക്കാൻ നോക്കരുത്, ഈ വിഷയത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്യരുത്. സത്യം എന്താണ്, കോടതി എന്താണ് പറയുന്നത്, അതിനനുസരിച്ച് പോകണം. എന്തായാലും അനിൽജി കോടതിക്കെതിരെ പറയുന്നത്, അനിൽ വിളയിൽജി കോടതിക്കെതിരെ പറഞ്ഞില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അനിൽകുമാർ സഖാവ് അതിനപ്പുറത്ത് പോയി കോടതിക്ക് വരെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്, മോട്ടിച്ചവർക്കാണ്. ആ മോട്ടിച്ചവരെ കണ്ടുപിടിക്കണം, സ്വർണം തിരിച്ചു പിടിക്കണം. ഇനി ഒരു കാര്യം കൂടെ, ജുവലറി തന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എത്രയോ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പോണു. അതുകൊണ്ട് അങ്ങനെ അതത്ര ലഘൂകരിക്കാമോ രാഹുൽ? അതത്ര ലഘൂകരിക്കാമോ? 6 വർഷം മുമ്പ് ഒരാൾ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിളിക്കും. ഇപ്പൊ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ സഖാവ് ഇത് അറിഞ്ഞുപോലും കാണില്ല. ഈ അവിടെ കണ്ടൊരാൾ, ഇയാളാണ് സ്പോൺസർ എന്ന് പറഞ്ഞു കാണും. അപ്പം പിണറായി വിജയൻ വീട് കൊടുക്കാൻ പോയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അച്ചിരിച്ച് നന്നായി, നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞു കാണും. അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ കല്യാണത്തിന് വാസവൻ സഖാവിന്റെ കൂടെയാണ് ഈ ഉണ്ണികൃഷ്ണൻ വന്നത്. എന്തുകൊണ്ട്? അവിടെ കല്യാണത്തിന് പോയപ്പോൾ ഒരാൾ കൂടെ വന്ന് ചിരിച്ച് ഫോട്ടോ എടുത്തു. അവർക്ക് എന്താ കുറ്റമുള്ളത്? വാസവൻ സാറിനെതിരെ എന്തെങ്കിലും പരാമർശമുണ്ടോ? കടകംപള്ളി സാറിനെതിരെ ഇതുവരെ പരാമർശമുണ്ടോ? ഇനി പരാമർശം ഉണ്ടെന്നിരിക്കട്ടെ, തന്ത്രിക്കോ മന്ത്രിക്കോ വേറെ ആർക്കെങ്കിലും എതിരെ പരാമർശം വന്നെങ്കിൽ അതിശക്തമായ നടപടി എടുക്കണം. പക്ഷെ കോടതി പരാമർശം വരാതെ നമ്മൾ തിയറി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത്? സത്യസന്ധത ഈ വിഷയത്തിൽ വേണ്ടേ? ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ സത്യസന്ധത വേണ്ടേ? കോടതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കണ്ടേ? കയ്യിൽ നിന്ന് തിയറി ഇട്ട് പറഞ്ഞാൽ മതിയോ? കയ്യിൽ നിന്ന് ഗൂഢാലോചനാ സിദ്ധാന്തം ഇട്ട് നമ്മൾ പറഞ്ഞാൽ രാഹുൽ ശ്രീ അനിൽ വിളയിൽ ഒരേപോലെയുള്ള വെർഷനാണ് പറയുന്നത്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യമില്ല. അത് നോക്കാൻ ഏൽപ്പിച്ച രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ, ഇനി ഇത് തന്ത്രിയുടെ പേര് തന്നെ വരുമ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള വിഷമത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യും. പരസ്പരം ന്യായീകരിക്കുന്നിടത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾ മാത്രം കുടുങ്ങില്ല എന്നൊരു ആത്മവിശ്വാസം അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ശ്രീ പത്മകുമാറിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിനെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ആശുപത്രിയിലും ഒക്കെ ഹാജരാക്കിയപ്പോൾ അദ്ദേഹം ചിരിച്ചൊരു ചിരിയുണ്ടല്ലോ, ആ ചിരിയുടെ അർത്ഥം വളരെ പ്രകടമാണ്. ഞാൻ മാത്രമായിട്ട് ഇതിനകത്തേക്ക് പോകില്ല, ഞാൻ ദൈവതുല്യരായി കരുതുന്ന പലരെയും കൂടെ കൊണ്ടുപോകും ഞാൻ ഈ കേസിലേക്ക് എന്നാണ് അദ്ദേഹം ആ ചിരിച്ചത്. ആത്മവിശ്വാസത്തിന്റെ ഘടകം. രണ്ടാമത്തെ ഒരു ഘടകം, മിനിഞ്ഞാന്ന് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ കൂടിയല്ലോ. സാധാരണഗതിയിൽ നാട്ടിലൊരു തേങ്ങ മോഷ്ടിക്കുന്ന ഒരു CPM കോൺഗ്രസ്സുകാരനോ BJP-കാരനോ ഒരു തേങ്ങ മോഷ്ടിച്ചാല് ഇവിടുത്തെ CPM-ന്റെ നിലപാട് എന്തായിരിക്കും? അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തു കളയണമെന്ന നിലപാടായിരിക്കും CPM എടുക്കുന്നത്. പക്ഷെ ഇക്കാര്യത്തില് MV ഗോവിന്ദൻ പറഞ്ഞത് എന്താണ്? പത്മകുമാർ വെറും ആരോപിതൻ മാത്രമാണ്, അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ച് കോടതിയിൽ നിന്ന് വരട്ട് വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ നടപടിയെടുക്കാം. അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞതിന്റെ കാര്യം പത്മകുമാറിനെ പിണക്കരുത്.
പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ പിണക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ദൈവതുല്യരായ വ്യക്തികളെ പറ്റി മൊഴി കൊടുത്താൽ അത് CPM പോലെയുള്ള ഒരു പാർട്ടിക്ക് ഗുരുതരമായ ഭവിഷ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, തന്ത്രി സംശയത്തിന് അതീതനായിരിക്കണം. അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും സംശയം ആരോപിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ സംശയം തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംശയിക്കുന്നവരെല്ലാം എല്ലാവരും ഞാൻ തിരികെ അത് ഫെയർ പോയിന്റ് ആണ്. അനിൽ വിളയിൽ പറയുന്നത് ഫെയർ പോയിന്റ് ആണ്. എനിക്ക് തോന്നുന്നു അതേ വിഷയത്തിൽ തന്നെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സംസാരിക്കുകയാണ്. നമുക്ക് അതിലേക്ക്. കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ പങ്കുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് നടപടി ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാകും. ഏതായാലും അമ്പലം കൊള്ളയിൽ നിന്ന്, ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് CPM ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 2 തവണ കഴിഞ്ഞ 10 വർഷം അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഭരിക്കുന്നത്, അവരുടെ മന്ത്രിമാരാണുള്ളത്. ശബരിമലയിലെ 30.8 കിലോ സ്വർണം വിജയമല്യ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അയ്യപ്പനെ കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല, അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെടുകയുമില്ല. അതൊക്കെ പറഞ്ഞല്ലേ മോളെ, എല്ലാ ദിവസവും ഇല്ല, അതൊക്കെ പറഞ്ഞ എത്ര ദിവസം, 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി സംശയം നീളുകയാണ് എന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല നമുക്കൊപ്പം. ഡാൻ കുര്യൻ വീണ്ടും ചേർന്നുണ്ട്. ഡാന്, ഈ വിഷയത്തിനകത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് അത് CPM-നെതിരെ, CPM-ന്റെ മന്ത്രിമാർക്കെതിരെ, മുൻ മന്ത്രിക്കെതിരെ, ഇപ്പോഴുള്ള മന്ത്രിക്കെതിരെ, അതായത് CPM രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിനകത്ത് കൃത്യമായ പങ്കുണ്ട് എന്ന തരത്തിൽ ഈ തന്ത്രിക്കെതിരെയുള്ള പത്മകുമാറിന്റെ മൊഴി അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നറേറ്റീവ് മാത്രമാണ് എന്ന് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരൊക്കെ പറയുന്നു. പക്ഷേ BHP-ക്ക് ഇതിനകത്ത് എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് മുഴുവൻ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ ആരോപണം ഉന്നയിക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ഒരു വശത്തു നിന്ന് വരുന്നുണ്ട്. ഏകദേശം അങ്ങനെ തന്നെ കണക്കാക്കണോ? BJP-യുടെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ CPM-നപ്പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിക്കണം എന്ന തരത്തിലുള്ള ഒരു പ്രകടമായിട്ടുള്ള പ്രസ്താവനകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു ഈ സമയം വരെ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ്. അതിനിടയിലാണ് ഈ കേസും അതിൻ്റെ അന്വേഷണവും അതിലെ കസ്റ്റഡിയിലെടുക്കലും ചോദ്യം ചെയ്യലുമൊക്കെ വലിയ തരത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷവും ഭരണപക്ഷവും മാറി മാറി ഉപയോഗിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, CPM-നെതിരെ രാഷ്ട്രീയ ആയുധമായി അത് UDF ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം വിശ്വാസ സമൂഹത്തിന് പിന്തുണ ഉറപ്പാക്കുക എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ച് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ കേവലമായ ഉദ്യോഗസ്ഥർക്കപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് പുറത്തു വരണമെന്ന നിലപാടും പ്രതിഷേധവും അത്തരത്തിലുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളുമൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് UDF-ലെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അവിടെ കേവലം അന്വേഷണം സുതാര്യമായി തന്നെ നടക്കട്ടെ, തെറ്റ് ചെയ്തവർ എല്ലാവരും ശിക്ഷിക്കപ്പെടട്ടെ, പത്മകുമാർ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ പത്മകുമാറിനെതിരായ നടപടി അപ്പോൾ ആലോചിക്കുമെന്ന് പറഞ്ഞ് CPM രാഷ്ട്രീയമായൊരു പ്രതിരോധം തീർക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള തിടുക്കത്തിലൊരു നടപടിയിലേക്ക് കടന്നാൽ അത് രാഷ്ട്രീയമായി ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ BJP അതിൻ്റെ അകത്ത് വളരെ ടാക്ടിക്കലായൊരു മൂവ് നടത്തുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതായത് പ്രതിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിഷേധിക്കുന്നുണ്ട്, എന്നാൽ ആ പ്രതിഷേധം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നുമില്ല. അങ്ങനെ ഒരു നയം BJP-യുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മുതിർന്ന BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കാണും. അതെന്താണ് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകുമെന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് വൈകുന്നേരം ഈ പത്മകുമാറിൻ്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകും മുമ്പ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അടക്കമുള്ള പരമാവധി കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നൊരു നീക്കമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തന്ത്രിയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ബന്ധം ആരോഗ്യപരമായിട്ടുള്ളതായിരുന്നു, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും അസ്വാഭാവികത അതിലുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ളൊരു നീക്കം SIT ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. റൈറ്റ്, ഡാൻ കുര്യൻ ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നൽകുകയും കൂടുതൽ പേരുകൾ പുറത്തു വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച്.